ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും എന്നാൽ എൻറ്റേർലി ഡിഫറെൻറ്റ് ടേസ്റ്റോടും കൂടിയിട്ടുള്ള ഈ ഒരു അടിപൊളി ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 8 വറ്റൽമുളക് എടുക്കുക. ഇതിനോടൊപ്പം ഒരു കാശ്മീരി വറ്റൽമുളകുണ്ടല്ലോ, കാശ്മീരി ചില്ലി ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എരിവിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താം. കാശ്മീരി ചില്ലി കൂടുതൽ കളറ് കൂടുതൽ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ എരിവാണ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് നോർമൽ വറ്റൽമുളക് എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ ഉണ്ടാക്കുന്നതിനുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത്. 8 വറ്റൽമുളക് നോർമൽ വറ്റൽമുളകും ഒരു 7 കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഇത് ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. കാരണം ഈ മുളകിന് നമുക്ക് അരച്ചെടുക്കണേ. അപ്പോൾ ഇത് നല്ല ചൂട് വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് വേണ്ടി 1 കിലോ ചിക്കൻ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക കേട്ടോ. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ച് തന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ചേർത്ത കുറച്ച് മസാലകളല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, അത് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ വറ്റൽമുളകെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതെല്ലാം മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഫെന്നൽ സീഡ്, അതായത് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൽ കുറച്ചിങ്ങനെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് പോയി കഴിയുമ്പോൾ ആ പൊട്ടലൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ എന്താ പറയുക കാശ്മീരി ചില്ലിയും നോർമൽ വറ്റൽമുളകൊക്കെ ഒന്ന് കുതിർത്ത് അരച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്തെല്ലാം ഫ്ലെയിം ശരിക്കും കുറച്ച് വെച്ചേക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മുളകൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. ഇതിപ്പോൾ ദാ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരയ്ക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വന്ന് തുടങ്ങും. ഇപ്പോൾ ദാ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മസാലപ്പൊടികളാണ് കേട്ടോ. അതിന് വേണ്ടി 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും. അപ്പോൾ ദാ ഇത് നന്നായിട്ട് പൊടികളെല്ലാം മൂത്ത മണം വന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്ത്, അതായത് ഒരു 5-6 മിനിറ്റ് എടുത്ത് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുളകൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്.
നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ ഒരു 5 മിനിറ്റോളം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 2 ചെറിയ സവോളയാണ് ഞാൻ അരിഞ്ഞത് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ഇതുപോലെ തന്നെ വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും, ചെറുതാണെങ്കിൽ 2 തക്കാളി എടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കുക, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി വലുത് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുവേ. അതുപോലെ തന്നെ തക്കാളിയിൽ നിന്നും സവോളയിൽ നിന്നും ഒക്കെ നന്നായിട്ട് വെള്ളം വരും. അത് കാരണം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് പുരട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് പോരാതെ വരും. അത് കാരണം ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒരു 20 to 25 മിനിറ്റ്സോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ. തീ അങ്ങനെ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ആ സമയത്ത് ഞാനൊന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുവാണേ. അപ്പോൾ ഇതാ ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് സമയം കൂടെ അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിക്കുക. അപ്പോൾ ഇതാ ഞാൻ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഈ ഒരു പാകത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതല്ല നിങ്ങൾക്കിത് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം കൂടി ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ നല്ല ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ പക്ഷേ ഇത് ചപ്പാത്തിയുടെ കൂടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. 1 കപ്പ് മാത്രം തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഓപ്ഷണലാണ്. നിങ്ങൾക്കിത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കണമെന്നില്ല, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കണം. നോർമലി നമ്മൾ തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ അങ്ങനെ കറി അധികം തിളപ്പിക്കാറില്ലല്ലോ. പക്ഷേ ഇതൊന്ന് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് അതിൻ്റെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ചിക്കനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നൊന്നുമില്ല കേട്ടോ. എല്ലാ ഐറ്റംസും പച്ചയ്ക്കാണ് ചേർക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം 2-3 പച്ചമുളക് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പച്ചമുളക് ഇതുപോലെ സ്ലിറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും ചേർക്കണ പോലെ കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇതെല്ലാം നമ്മൾ ഒന്നും വഴറ്റാതെയാണ് കേട്ടോ ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ കറിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചിക്കൻ കറി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതും അതുപോലെ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈവൻ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.